നിങ്ങളുടെ കൈവെള്ളയിലേക്കൊന്ന് നോക്കിക്കേ. അവിടെ നിന്നും സൂം ചെയ്ത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ജീവൻ്റെ അടിസ്ഥാന ബിൽഡിംഗ് ബ്ലോക്കായ കാർബൺ നിങ്ങൾക്ക് കാണാം. പിന്നെയും ആഴത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ നരമ്പുകളിൽ ഓടുന്ന രക്തം കാണാം. ആ രക്തത്തിൻ്റെ ഉള്ളിലേക്ക് സൂം ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അനേകം അയൺ ഓക്സിജൻ ആറ്റങ്ങളെ കാണാം. എങ്ങനെയാണ് ഈ കാർബണും അയണും ഒക്കെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറിയത്? ഇതൊരിക്കലും ഭൂമിയിൽ ഉണ്ടാകുന്ന എലമെൻറ്റുകളല്ല. ഈ എലമെൻറ്റുകളൊക്കെ ഉണ്ടായിരിക്കുന്നത് സൂര്യനേക്കാൾ വളരെയധികം വലിപ്പമേറിയിട്ടുള്ള, സൂര്യനേക്കാൾ കൂടുതൽ മാസ് അല്ലെങ്കിൽ പിണ്ഡമുള്ള വലിയ വലിയ നക്ഷത്രങ്ങളിലാണ്. ആ നക്ഷത്രങ്ങൾ പിന്നീട് സൂപ്പർനോവയിലൂടെ ഒരു ബ്ലാക്ക് ഹോളായിട്ടോ അല്ലെങ്കിൽ ഒരു ന്യൂട്രോൺ സ്റ്റാറായിട്ടോ മാറുന്നു. അതിൻ്റെ അവശേഷിപ്പുകളായ സൂപ്പർനോവയുടെ ആ ഭീമാകാരമായിട്ടുള്ള ക്ലൗഡുകൾ പിന്നീട് അനേകം നക്ഷത്രങ്ങൾക്ക് ജന്മം നൽകുന്നു. ആ നക്ഷത്രങ്ങൾക്ക് ചുറ്റുമായിട്ട് ഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. അത്തരത്തിലുണ്ടായിട്ടുള്ള ഒരു ഗ്രഹമാണ് ഭൂമി. അങ്ങനെ മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ അയണും ഓക്സിജനും കാർബണും കാൽസ്യവും ഒക്കെ ഉണ്ടായത്. ഇത്തരത്തിലുള്ള സയൻസ് ഫാക്റ്റുകൾ അറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.